അസ്സലാമലൈക്കും. അങ്ങനെ നമ്മളെന്താണ് നാട്ടിൽ പോവാണ്. നമ്മളെ ചെറുക്ക നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കി വിടാൻ വരികയാണ്. എയർപോർട്ടിലേക്ക് പോണ വഴിയാണ്. അങ്ങനെ ഖത്തറിൽ നിന്ന് നാട്ടിലോട്ടാണ് ഇൻഷാ അല്ലാ എല്ലാവരും ദ്വാരക്കുക. അപ്പോൾ നാട്ടിൽ പെട്ടെന്ന് പോരാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോരുന്നത്. ഞാൻ വന്നിട്ട് തന്നെ 5 മാസമൊക്കെ ആവുണ്ടാവുള്ളൂ. ഇതാണ് നമ്മളെ കമ്പനീൻ്റെ PR ആണ്. അവൻ തന്നെയാണ് എപ്പോഴും കൊണ്ടുപോയി വിടല് ഇവിടെ ഉണ്ടെങ്കിൽ. അങ്ങനെ സത്യത്തിൽ ഇന്നലെ പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് സംഘടനാപരമായിട്ട് കുറച്ച് പിന്നെ പരിപാടികളിൽ നിർബന്ധിതമായി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ലേറ്റായി പോയി കാര്യങ്ങളൊക്കെ ഇതാക്കാൻ. ഒന്നാമത് ടിക്കറ്റ് തന്നെ ഞാൻ രാവിലെയാണ് സെറ്റ് ചെയ്തത്. ഇന്ന് രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നില്ല ഫുറ നല്ല ഒഴിവ്, തിരക്ക് കുറവുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്, ചെന്നാൽ അറിയില്ലേ ഫ്ലൈറ്റ് അവിടെ ഉണ്ടോ ഇല്ലെന്നൊക്കെ. ഒരു മാസം മുന്നേ ആയിരുന്നു ഭയങ്കര ഡിലേ. ഇപ്പൊ കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലേ. പോയി നോക്കുക. എന്തായാലും പച്ചവെള്ളം കിട്ടലുണ്ടാവില്ല ഇല്ലല്ലോ, നമ്മളെ കൈ പിടിച്ചേണ്ടി വരും അല്ലേ. ചോദിച്ചാൽ പച്ചവെള്ളം തരും. ആ മനുഷ്യപ്പറ്റുണ്ട്, ചോദിച്ചാൽ പച്ചവെള്ളം തരും. പിന്നെ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഞങ്ങളെ ആദ്യത്തിൽ എൻ്റെ അടുത്തൊരു സ്റ്റിക്ക് ഉണ്ടായിനി, ഇമ്മലൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ സ്റ്റിക്ക് എന്തായി അത് പിന്നെ തീരുമാനമായിക്കണ്. നമ്മൾ ശരിക്കും പോരുന്നതും കയറുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൽ കയറിയതിന് ശേഷം എങ്ങനെയാണ് എടുത്താണ് ഞാൻ. ഇതാണ് കേട്ടോ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോണ വഴികളാണ്. എൻ്റെ മക്കളെ ഏക്കര കണക്കുന്ന സ്ഥലം എന്തൊക്കെ ഇവിടെ ചെയ്ത് കൂട്ടി വെച്ചിരിക്കണത്. നമ്മളെ എയർപോർട്ടൊക്കെ കണ്ടാൽ ഞാൻ ചില സമയത്ത് നമുക്ക് സ്ഥലപരിമിതികളുണ്ട്, പക്ഷെ എന്നാലും ഉള്ളത് സൗകര്യം പോലെ അല്ല നമ്മളതൊന്നും. നമ്മളിവിടെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള റൂം, ബാത്റൂമൊക്കെ പോകാനുള്ളത് ഒക്കെ ഒരു ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സെറ്റാണ്. അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് പോണ വഴികളാണിത്. എന്താ വൃത്തിയാണ്. ഈ GCC മൊത്തം ഏകദേശം ഇങ്ങനെ തന്നെ കേട്ടോ. കണ്ടിടത്തോളം വൃത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. കേട്ടോ അവിടെ കടലാണ്, അപ്രഭാഗത്ത് കടലാണ്. പക്ഷെ നമ്മളെ ഫോണിൽ കടലൊന്നും കിട്ടില്ല. ഓക്കെ, പിന്നെ അവർ അതിൻ്റെ ഒരു അറ്റം കാണുന്നുള്ളൂ. എടുക്കണം. എന്താണ് നിങ്ങള് ഒരു റെഡ് എന്താണ് പൂവാ, പുഷ്പാണ് പറഞ്ഞത് കുഞ്ഞുട്ടി. എയർപോർട്ട് എത്തിട്ടോ. അങ്ങനെ ചെക്കൻ നമ്മളെ യാത്രയൊക്കെ വേണ്ടി പോകുന്നതാണ്, കൂട്ടുകാരൻ്റെ വണ്ടി എടുത്ത് പോകുന്നതാണ്. അങ്ങനെ നമ്മളെ എയർപോർട്ടിൻ്റെ എൻട്രൻസിക്ക് കയറുക കേട്ടോ. ഇത് എയർപോർട്ടിൻ്റെ എൻട്രൻസ് കേട്ടോ, അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എൻട്രൻസ് ആണിത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെ കൗണ്ടർ എവിടെയാണെങ്കിലും അത് തപ്പിപ്പിടിക്കണം, അതിനുള്ള പരിപാടിയിലാണ്. ഏതെങ്കിലും സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു നോക്കാം. അവിടെ നിൽക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് മുമ്പോട്ട് ചോദിച്ചു നോക്കാം. അങ്ങനെ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു. സെക്യൂരിറ്റിക്കാരനെല്ലാം ഉഷാറായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. എനിക്ക് പെട്ടെന്ന് ഉള്ളിൽ കയറി കേട്ടോ. പക്ഷേ എന്തായാലും ഒരു ചെറിയ പ്രശ്നം പറ്റി. എൻ്റെ പാസ്പോർട്ട് പുതുക്കിയിരുന്നു. അപ്പോൾ എൻ്റെ ഫിംഗറും എനിക്കിതൊക്കെ ഒക്കെ പഴയ ഇതിലായിരുന്നു. എന്തോ ഈ ഗേറ്റ് വഴി എനിക്ക് കമ്മിങ് വെച്ച് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ വീണ്ടും ക്യൂ ഒക്കെ നിന്ന് കയറേണ്ടി വന്നു. അപ്പോൾ എന്തായി ചുരുക്കം പറഞ്ഞാൽ അതിൻ്റെ നല്ലൊരു പ്ലാന് പോയി. ഇത് പിന്നെ ഇതാട്ടോ ഇവിടെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഫസ്റ്റ് നമ്മളെ എമിഗ്രേഷൻ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെ ഷൂസൂരി ബെൽറ്റൂരിയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പോയിരുന്ന എൻട്രൻസ് ആണിത്. ഈ ഒരു സ്ഥലം എല്ലാവരും കണ്ടേക്കും. ആ കാണുന്ന ആ ഒരു എന്താ പറയലേന് അടിഗറിൻ്റെ പിന്നെ ഇതാണ് എയർപോർട്ടിൻ്റെ ഏകദേശം സെൻറ്റർ ഉള്ളിലിട്ടോ. അല്ലേ ചുരുക്കം പറഞ്ഞാൽ എന്തോ എനിക്ക് ഡിലേ വന്നു ഇവിടെ. എനിക്ക് ഈ ഗേറ്റ് വഴി കയറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്കത് കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞേക്കണമെങ്കിൽ എന്താ വെച്ചാൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി, അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളിലൊരു ഗ്രീൻ വാലി ഉണ്ടായിനി, അത് കാണണം, അത് നിങ്ങളെ കാണിച്ചാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം പക്ഷെ ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കാര്യമായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഗ്രീൻ വാലി ഒന്ന് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ നിലമ്പൂരായതുകൊണ്ടേ കാട് കാണുമ്പോൾ നമുക്കൊരു വൈബാണല്ലോ. അപ്പോൾ സംഗതി ഒരു നിർമ്മിച്ചിട്ടുണ്ടാക്കിയ കാടാണെങ്കിൽ സെറ്റപ്പാണെന്ന് പറയുന്നത് കേട്ടിക്കണം. ഞാനും പോയി നോക്കിയിട്ടില്ല. അപ്പോൾ അത് പോകാമെന്ന് കരുതിനി. ചുരുക്കം പറഞ്ഞാൽ ഒന്നാമത് ഡിലേ ആയി കഴിയുമ്പോൾ എന്താവും, ഇനിയിപ്പോൾ അവിടെ പോയാണ്ട് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒന്നാമത് നമ്മൾ പരിചയമല്ല പോയാണ്ട്. അപ്പോൾ പിന്നെ തിരിച്ചു വരണമെങ്കിലൊക്കെ നേരം വൈകും.
അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആ പണിക്ക് നിൽക്കാക്കേന് നല്ലതെന്ന് എനിക്ക് തോന്നി. മാമുക്കുട്ടിയൊക്കെ കണ്ടങ്ങൾ തലമൊരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. എയർപോർട്ട് തിരക്കൊന്നുമില്ല ഇടന്ന്, അത്യാവശ്യം ആളുകളൊക്കെ എത്തി തുടങ്ങണുള്ളൂ. നമുക്ക് പോകാമല്ലോ, സീ ആണ് കേട്ടോ. ഇവിടെ കണ്ടങ്ങൾ ഒരാടെ 6 ഐറ്റം എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ഇത് പരസ്യം വെച്ചതാണോന്നല്ലേ? ആ സംഗതി തന്നെയാണ്. ഖത്തർ ഡ്യൂട്ടി ഫ്രീയിലേ എടുത്ത് പോരണോ? സംഗതി പൊളിയല്ലേ? സാധനം നരിയല്ലേ കാര്യത്തിൽ. ഞാൻ ഇതിൽ കൂടെ പോരാന്ന് കരുതിയാട്ടോ, പക്ഷേങ്കിൽ പൂട്ടിയിട്ടേക്കണ്. ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള അനൗൺസും ഇങ്ങനെ കാത്തിക്കുകയാണ്. അപ്പോൾ പുറത്താക്കണം. കണ്ടോ 1-2 ഫ്ലൈറ്റ് വന്ന് വെയിറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളെന്തായി, നമ്മളൊപ്പം അല്ലേ 1-2 ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിന്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോയിന്. മനസ്സിലിങ്ങനെ ഉണ്ടായിന് വിൻഡോ സീറ്റ് ആയാൽ മതി. ഏതായാലും ബോർഡിംഗ് പാസ് കിട്ടി നോക്കുമ്പോൾ വിൻഡോ സീറ്റ്. നമ്മൾ യാത്ര തുടരാട്ടോ. വിമാനം റണ്ണിങ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഏകദേശം അങ്ങനെ റണ്ണിങ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എനിക്കിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് ഒരു ഓപ്പോസിറ്റ് വിമാനം വന്ന്, അത് ലാൻഡിങ് ആണോ അതോ ലാൻഡാണ് തോന്നുന്നത്. അത് പോയി. അപ്പോൾ നമ്മളെ വിമാനം ഫ്ലൈ ചെയ്ത് പിന്നെ റൺവേയിൽ റണ്ണിങ് ചെയ്തുകൊണ്ട് കേട്ടോ. ഇപ്പോൾ പൊന്തി. അതെ വിമാനം ഫ്ലൈ ആയിട്ടോ ഏകദേശം ജസ്റ്റ് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈ ആയി, ഇപ്പോൾ പൊന്തി കറക്റ്റ്. ഇനി നമുക്ക് താഴ്ഭാഗം അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ദോഹ നഗരം മൊത്തത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക്. പിന്നെ കടലാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയില്ല, വെറും മേഘം മാത്രം കാണുള്ളൂ. പക്ഷെ കാണാനും രസമാട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ കഴിയുമെന്നറിയില്ല, ഇനി ഉറങ്ങിപ്പോവാം. അതാ ഈ സംഗതി ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് കാണുമ്പോഴത്തും വേറെ, പക്ഷേ ഇത് സമയം ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി നിൽക്കുകയാണോ പോവുകയാണോ എന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ അടുത്ത് അടുത്തിക്കിടെ ഒരാളിനോട് ചോദിച്ചു, വണ്ടി നിർത്തിയിട്ട് ചോദിച്ചിനോട്. അപ്പോൾ ഞാനും ഇങ്ങനെ എന്താ വിട്ടേനെ നിർത്തി ചോദിച്ചു മൂപ്പരോട്, എന്താ ഇപ്പോൾ കാട്ടുക. അപ്പോൾ മൂപ്പരാണ് ഫ്ലൈറ്റ് നിൽക്കൂലല്ലോ എന്നോട്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടു. ലാൻഡിങ് ആണ്. ലാൻഡിങ് ആക്കുമ്പോൾ ഷവറിങ് ആണ്. കണ്ടോ ഒന്നാണ് തരിച്ചു സംഗതി. ലാൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പേടി കേട്ടോ. എന്നും എനിക്ക് സംഗതി പേടി കേട്ടോ ലാൻഡിങ്. ഫ്ലൈ അത്രക്ക് എനിക്ക് വലിയ ഇത് തോന്നിയില്ല. പക്ഷെ ലാൻഡ് ചെയ്യാന്ന് പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്സൊക്കെ കൊണ്ടുവന്നങ്ങോട്ട് ഇടല ആകെ ഒരു കുലുക്കാണ്. അതിനോട് അടുത്തിക്കണ ആളും പറഞ്ഞേ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുന്നതിലേ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തായാലും റൺവേൻ്റെ പ്രശ്നങ്ങളായിക്കാരെന്നാ. അപ്പോൾ റൺവേ അല്ല, കാരണം ഖത്തർ എയർവേയ്സ് വന്നിറങ്ങുമ്പോൾ ഇത്രക്ക് കുലുക്കല്ല എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ നമ്മളെ നാട്ടിലത്തെ പിന്നെ എയർപോർട്ട് ഒന്ന് സെറ്റ് ആകേണ്ടത്. ഇവിടെ വന്നപ്പോൾ കസ്റ്റംസ് ചെക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ 2 ലേഡി സ്റ്റാഫാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബാഗ് ഊരിക്കാൻ പിന്നെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് വെക്കാനൊക്കെ പറയണ്ടല്ലോ. ചെന്ന് നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ കോയമ്പ് വെക്കണോ 2 ബോക്സ് ഉണ്ടാവില്ലേ, അതേ സാധനം. പക്ഷേ നമുക്ക് അവിടെ ഫോൺ അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളെ കൂട്ടുകാരന്മാരെ കൊണ്ടുവരാൻ വരും പറഞ്ഞാൽ, പക്ഷേ ഒരു വീഡിയോ എടുക്കില്ല. ഒന്നോട് പറഞ്ഞാൽ ഈ ഇടക്കും തൊട്ട് അങ്ങനെ വരും വീഡിയോ എടുത്താൽ മുതലാവില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ എൻ്റെ ഫോണിലെ ചാർജും ഏകദേശം തീരുമാനമായിക്കണേ. അങ്ങനെ നമ്മളെ ഖത്തർ ടു കരുളായി എന്ന് കരുതി വ്ളോഗ് ഖത്തർ ടു കോഴിക്കോടിൽ അവസാനിക്കുകയാണ്. മൊബൈലിലെ ചാർജ് ഒന്നാമത് തീർന്നു പോയിക്കണേ. ഏകദേശം ഞാൻ ലഗേജ് എടുക്കാൻ പോവുകയാണ്. നമ്മളെ കൂട്ടുകാരന്മാർ എത്തിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കണേ. അപ്പോൾ നാട്ടിലെത്തിയിട്ട് നമ്മൾ സാഹചര്യം പോലെ ഇൻഷാ അല്ലാഹ് നല്ല വ്ളോഗായിട്ടൊക്കെ വരണ്ട്. ഓക്കെ.